ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻഗേജ്ഡ്സ് എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. പലർക്കും ഇതറിയില്ല എൻഗേജ്ഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടാസ്കും സർവേയും അതുപോലെ ക്ലിക്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഗേജ്ഡ്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിലോട്ട് പോവുക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക, കിവി ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബ്രൗസർ, കിവി ബ്രൗസർ. ഞാനത് ഓപ്പൺ ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക, എൻഗേജ്ഡ്സ് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ലോഗിൻ ചെയ്യാം. ഞാൻ ലോഗ് ഔട്ട് ചെയ്യണേ. ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറിയും ആദ്യം ഇതിൻ്റെ ഒരു പേജ് കാണുന്നു. അപ്പോൾ നമുക്ക് ഞാനത് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഓൾറെഡി എനിക്കിപ്പോൾ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് കാണും നിങ്ങൾ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടൈം ബക്സിൽ കൊടുത്ത അതേ ജിമെയിൽ തന്നെ ഇവിടെയും കൊടുക്കണം. വേറെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായില്ല, ഇത് തന്നെ കൊടുക്കണം, എങ്കിൽ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ വിത്ത് ജിമെയിൽ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡെസ്ക്ടോപ്പിൽ ഇടണം കേട്ടോ. ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഇടണം. അത് ഈ സൈറ്റിൽ നിങ്ങൾ ആദ്യം വരുമ്പോൾ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഇട്ടേക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോഴേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3 ലൈൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണം. ഇവിടെ ഡൗൺലോഡ് എക്സ്റ്റൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് എക്സ്റ്റൻഷൻ എന്ന് കാണിക്കും, ഡൗൺലോഡ് നൗ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡൗൺലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ ഡൗൺലോഡ് എഗെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഫയൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നമ്മളിവിടെ മുകളിൽ 3 ഡോട്ടിൽ വരിക. ഓക്കെ, ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാം. ഇതിൽ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫയൽ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എവിടെയാണെന്നുള്ള അതൊന്ന് കാണിച്ചു കൊടുക്കണം. അതിന് ഫയലിൽ വന്നിട്ട് ഡൗൺലോഡ്സിലാണ് നമ്മളത് കിടക്കുന്നത്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം വന്ന് കിടക്കുന്ന ആ ഒരു ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തല്ലേ ഉള്ളൂ. ഇവിടെ ആദ്യം കിടക്കുന്ന ഫയലൊന്ന് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഓക്കെ, അവിടെ എക്സ്റ്റൻഷൻ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ബാക്ക് പോവുക. ബാക്ക് വന്നിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്ലസ് ബട്ടൺ കാണിക്കുന്നില്ലെങ്കിൽ ഈ പേജ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുകയാണ്. പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളവിടെ ടൈമെക്സ്
ടൈമെക്സിലേക്ക് എത്തുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ടൈമെക്സ് ലോഗിൻ ചെയ്യുക. ഈ കിവി ബ്രൗസറിനകത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, പാസ്വേഡ് ജിമെയിലൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡാഷ്ബോർഡിലൊന്ന് ജസ്റ്റ് വരാം നമുക്ക്. ഡാഷ്ബോർഡിൽ വന്ന് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് എൻഗേജ് എന്ന് കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷനാണ്. ഇപ്പോൾ കറണ്ട് റേറ്റ് വീഡിയോ കാണുന്നതിന് നമുക്ക് 0.005 സെൻറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ പെൻഡിങ് ആയിട്ട് ഇവിടെ ഒന്നും കിടപ്പില്ല. ഞാനിപ്പോൾ നമ്മളൊന്നും വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ഏണിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴേ നമ്മൾ ആ എൻഗേജ്മെൻറ്റ്സിൻ്റെ സൈറ്റിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടോപ്പിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ വരിക. ഏറ്റവും താഴെ ഇവിടെ എൻഗേജ്മെൻറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. നമ്മൾ ആ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വല്ലതും കാണിക്കുവാണെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഏൺ മണി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ ഇവർ ഈ എൻഗേജേഴ്സ് സെർച്ച് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഓണാക്കി കൊടുത്താൽ മതി. അത് തനിയെ വർക്ക് ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട. ഇവിടെ താഴെ ടൈം ഇങ്ങനെ കാണിക്കും, എത്ര ടൈം ഈ വീഡിയോ കാണണമെന്നുള്ളത്. അത് തനിയെ കണ്ട് അത് തനിയെ ക്യാൻസൽ ആയിക്കോളൂ. ടൈം റണ്ണാകുന്ന നിങ്ങൾക്ക് കാണാം. ഓക്കെ, ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക് അത് തന്നെ സെർച്ച് ചെയ്തിട്ട് പുതിയ വീഡിയോ പ്ലേ ചെയ്യും. അത് തനിയെ ചെയ്തോളൂ, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വാച്ച് ചെയ്താൽ മാത്രം മതി. സൗണ്ട് വേണമെങ്കിൽ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വെക്കാം. അത് തനിയെ സെർച്ച് ചെയ്ത് അടുത്ത വീഡിയോ പ്ലേ ചെയ്തോളൂ. അടുത്ത വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 20 വീഡിയോളം ഇങ്ങനെ നമ്മൾ കാണണം. അപ്പോൾ നമ്മുടെ ഏണിങ്സ് അവിടെ വരുന്നതായിരിക്കും. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ടൈമെക്സിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ ടൈമെക്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ 2 വീഡിയോ ഉണ്ട്, 2 വീഡിയോ 1 വീഡിയോ കണ്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏണിങ്സ് ഇവിടെ കാണിക്കണം. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 0 ആണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റീഫ്രഷ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 0.005 ഒരു വീഡിയോ കണ്ടതിന് നമുക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 20 വീഡിയോ നമ്മൾ അവിടെ കാണണം. അവിടെ എൻഗേജേഴ്സിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ, വീഡിയോ ഒന്നും പ്ലേ ആകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിവിടെ ഇങ്ങനെ പേര് വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് ഉണ്ട്. ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് പിന്നെ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ആകുന്നതായിരിക്കും. എന്തെങ്കിലും എറർ വന്നാൽ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ മുകളിൽ വാലറ്റിൽ വരണമെങ്കിൽ നമ്മൾ ഈ ഡെയിലി ചെക്ക് ലിസ്റ്റിൽ 4 ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിവിടെ കിട്ടത്തുള്ളൂ. അത് വരുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെ ടൈം ചേഞ്ച് ആകുന്നത്.
അപ്പോഴേക്കും അത് ഇവിടെ ക്രെഡിറ്റ് ആവും. എൻ്റെ ഇന്നലത്തെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ കംപ്ലീഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു 10 സെൻറ്റോളം നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ ഇന്നലത്തെ ഏണിങ്സാണ്. എൻഗേജ്ഡ്സിൽ വർക്ക് ചെയ്ത എൻ്റെ ഏണിങ്സാണ് ഇന്നലത്തെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഈ ഡെയിലി കോളിൽ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.